കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. സനൽകുമാറിന് തിരിച്ചടി എന്ന വാർത്തയാണ് വരുന്നത്. കെ.എസ്. സനൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും. ഉമേഷ് ബാലകൃഷ്ണൻ ജില്ലയാണ്. ഉമേഷ്, ഏറെ നിർണായകമായ ഒരു വിധിയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് വരേണ്ടത്. അതെന്തായാലും രജിസ്ട്രാർക്ക് തിരിച്ചടിയുമാണ്. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണ്. സസ്പെൻഷൻ നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് എന്നൊക്കെ ഹർജിയിൽ വ്യക്തമാക്കിയതാണ്. എന്തായാലും അത് കോടതി തൽക്കാലം മുഖവിലേക്ക് എടുക്കുന്നില്ല. ഉമേഷ്, തീർച്ചയായും വലിയ തിരിച്ചടിയാണ് കെ. സനൽകുമാറിന് ഉണ്ടായിരിക്കുന്നത്. കെ. സനൽകുമാർ സ്വന്തം നിലയിലാണ് കോടതിയിൽ പോയത്. കാരണം തനിക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്റെ കഴിഞ്ഞ ജൂലൈ 6 ചേർന്ന സിൻഡിക്കേറ്റ് തന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. അതിനുശേഷം താൻ സർവകലാശാലയിൽ എത്തിയെങ്കിലും തനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന് കാണിച്ചായിരുന്നു കോടതിയിൽ പോയത്. അതിൽ കോടതി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിധി അനുകൂലമാകുന്നുള്ള പ്രതീക്ഷ കെ. സനൽകുമാറിനുണ്ടായിരുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് യോഗം, അതായത് ജൂലൈ 6 സിൻഡിക്കേറ്റ്, പ്രത്യേക സിൻഡിക്കേറ്റ് ആയിരുന്നു ജൂലൈ 6 ചേർന്നത്. ആ സിൻഡിക്കേറ്റ് യോഗം തീരുമാനങ്ങൾ കോടതി അംഗീകരിച്ചിരുന്നെങ്കിൽ കെ. സനൽകുമാറിന് സസ്പെൻഷൻ പിൻവലിച്ച് ഇവിടെ തുടരാൻ കഴിയുമായിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് കടുത്ത തിരിച്ചടി ഇപ്പോൾ കെ. സനൽകുമാറിന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതിൽ ഒരു പ്രതീക്ഷ കെ. സനൽകുമാറിന് നൽകുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ആ നടപടി, അതായത് VC-യുടെ നടപടി ശരിയാണോ എന്ന് പരിശോധിക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാം എന്നുള്ള ഒരു പരാമർശം കൂടി വിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഒരു കത്ത് നൽകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കഴിഞ്ഞ 2-ാം തീയതി, അതായത് സെപ്റ്റംബർ 2-നാണ് വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. അതിൽ ഇപ്പോഴും വിവാദം തുടരുകയാണ്. ആ സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സിൽ കെ. സനൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കെ. സനൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത് എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ വീണ്ടും കോടതി വ്യവഹാരങ്ങളിലേക്കും ഒപ്പം നിയമ നടപടിയിലേക്കും ഈ വിഷയം പോവുകയാണ്. എന്തായാലും വീണ്ടും സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തെ അനുസരിച്ച് VC വീണ്ടും സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമോ, അതോ നിയമപരമായി ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വീണ്ടും 60 ദിവസത്തിന് ശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ മതി എന്നുള്ള ഒരു നിയമമുണ്ട്. സ്വാഭാവികമായി 60 ദിവസം കാത്തിരിക്കുമോ എന്നുമെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും കെ. സനൽകുമാറിന് ഈ അവധിയിൽ തുടരാം. നിലവിൽ അവധിയാണ്, അവധിയിൽ തുടരാം. ആ അവധിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ അവധി അപേക്ഷ കഴിഞ്ഞ തവണ അദ്ദേഹം VC-ക്ക് അയച്ചപ്പോഴും നിങ്ങൾ സസ്പെൻഷനിലിരിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് എന്ത് അവധി എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ അവധി അപേക്ഷകൾ ഇനി തള്ളിക്കൊണ്ട് സസ്പെൻഷനായി കണക്കാക്കി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 മാസമായി കെ. സനൽകുമാറിന് ശമ്പളവും നൽകിയിട്ടില്ല. ഹഷ്മി, വിഷ്ണു സുരേഷ് തുടർന്ന്. വിഷ്ണു, കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് TR രവിയാണ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വാദം കേട്ടിരുന്നത്. വിശദമായ വാദം തന്നെ കേട്ടിരുന്നതാണ്. അപ്പോൾ ഈ VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ നടപടികളൊക്കെ കോടതി വിമർശിച്ചിരുന്നതുമാണ്. പക്ഷേ വിധി വന്നപ്പോൾ തിരിച്ചടിയാണ്, അതും ശക്തമായ തിരിച്ചടി. വിഷ്ണു, ഹാഷ്മി, ശക്തമായ തിരിച്ചടിയാണ് രജിസ്ട്രാർക്ക് സംഭവിച്ചിട്ടുള്ളത്. വിശദമായ വാദം ഈ ഹർജികളിൽ നടന്നിരുന്നു. അതിൽ പ്രധാനമായും കെ. എസ്. സനൽകുമാർ മുന്നോട്ട് വെച്ചത് തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അത് VC-ക്കില്ല എന്നാണ്. തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ചിട്ടുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് VC പോകുന്നു തുടങ്ങിയ വാദങ്ങളാണ് നിലവിൽ കെ. എസ്. സനൽകുമാർ കോടതിയിൽ പറഞ്ഞത്. VC ആകട്ടെ ചട്ടങ്ങൾ മറികടന്നുണ്ട്. അത് ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അതിൽ ഈ വിഷയം അജണ്ടയിലായിരുന്നു. അജണ്ടയിൽ ഇല്ലാത്തൊരു വിഷയം ചർച്ച ചെയ്തത് അത് ചട്ടവിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2 വിഭാഗങ്ങൾക്കും കോടതി ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിരൂക്ഷ വിമർശനം കേട്ടിരുന്നു. 2 പേർക്കും വാശിയാണ്. ഈ തർക്കത്തിനൊടുവിൽ ഇതിൽ ഒരു ആത്മാർത്ഥതയുമില്ല, 2 പേർക്കും വാശിയാണ് എന്നാണ് കോടതി ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങൾ. പിന്നീട് 2 പേരെയും പ്രത്യേകം വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന 2 സംഘങ്ങൾ, അവർ തമ്മിലുള്ള തർക്കം അതെങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ മുന്നോട്ട് പോക്കിനെ അത് പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് പക്ഷേ വിധി പറയുന്ന ഘട്ടത്തിൽ അത് മോഹൻ കുന്നുമ്മലിന് അനുകൂലമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സസ്പെൻഷൻ നടപടി തുടരാം, VC-ക്ക് അതിനുള്ള അധികാരമുണ്ട്. ഒപ്പം ഈ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിച്ചുകൂട്ടാം എന്ന നിർദ്ദേശമാണ് നിലവിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കും. അതിൽ മോഹൻ കുന്നുമ്മൽ അടക്കം പങ്കെടുക്കും. അതിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീണ്ടു നിന്നിരുന്ന അനിശ്ചിതത്വത്തിന് ഒരു വിരാമമാകാൻ പോകുന്നു കോടതി ഇടപെടലോടുകൂടി. അതിൽ ഒരു വിഭാഗത്തിന് തിരിച്ചടി, കെ. സനൽകുമാറിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മോഹൻ കുന്നുമ്മലിന് ഒരു മേൽക്കൈയാണ് ഈ വിധി സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ അത് ശരിവെക്കുന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു. മിനി കാപ്പനെ പകരം രജിസ്ട്രാറാക്കി നിയോഗിച്ച നടപടി അത് അദ്ദേഹത്തിന് അതിന് അധികാരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ഇനി സിൻഡിക്കേറ്റ് യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക തീരുമാനം
ഉണ്ടാകുക. ഒരുപക്ഷെ ആ തീരുമാനവും കോടതിയെ ഈ വിഭാഗങ്ങളും അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രജിസ്ട്രാർക്ക് സസ്പെൻഷൻ, രജിസ്ട്രാർ നിലവിൽ സിൻഡിക്കേറ്റ് യോഗം എടുത്ത തീരുമാനം, രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച തീരുമാനം, അതുകൂടി ഇപ്പോൾ ഈ വിധി വന്നതോടുകൂടി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. KS അനിൽകുമാർ സസ്പെൻഷനിലാണ്. ഹാഷ്മി. ഓക്കെ, KS അനിൽകുമാർ സസ്പെൻഷൻ ശരിവെക്കുന്നു, അല്ലെങ്കിൽ സസ്പെൻഷൻ തുടരാം എന്നാണ് കോടതി പറയുന്നത്. രജിസ്ട്രാർക്ക് തിരിച്ചടിയാണ്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും വിധിയിൽ കോടതി പറയുന്നുണ്ട്. എന്തായാലും BC-ക്ക് താൽക്കാലികമായി മേൽക്കൈ എന്ന് പറയുമ്പോഴും അവിടെ തുടരുന്ന തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ അത് കൂടുതൽ രൂക്ഷമാകാനേ വഴിയുള്ളൂ.